വിശ്വാസവഞ്ചനയിലെ ട്രോമയിൽ നിന്ന് എങ്ങനെ സുഖപ്പെടുത്താം? വിശ്വാസവഞ്ചനയിലെ ട്രോമ ഒരു സൈക്കോളജി പദമല്ല, ഇത് ഒരു ക്ലിനിക്കലായി അംഗീകൃത പദമാണ്. പ്രാഥമികമായി സംരക്ഷണത്തിനും പിന്തുണയ്ക്കും വേണ്ടിയുള്ള സാഹചര്യങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനായി ജെന്നിഫർ ഫ്രെഡ് ഈ പദം സമർപ്പിച്ചു. അത് ഒരു വ്യക്തിയുടെ വിശ്വാസം അല്ലെങ്കിൽ ക്ഷേമം ലംഘിച്ചു. ഇത്തരത്തിലുള്ള മനഃശാസ്ത്രപരമായ ആഘാതത്തിൽ ഒരു രക്ഷകർത്താവ്, ഒരു റൊമാൻറ്റിക് പങ്കാളി, ഒരു കുടുംബാംഗം അല്ലെങ്കിൽ ഒരു സഹപ്രവർത്തകൻ എന്നിവരുമായുള്ള ബന്ധത്തിൽ പരിചയപ്പെടാം. നിങ്ങളൊരു സാമൂഹിക ബന്ധം പങ്കിടുന്നതും പിന്തുണയ്ക്കുന്നതിനോ പരിരക്ഷണത്തിനോ വേണ്ടി ആശ്രയിക്കുന്ന ആർക്കും വിശ്വാസത്തിൽ തകർച്ച കാരണം ഉപദ്രവവും വേദനയും നിരാശയും എന്ന തീവ്രമായ തോന്നൽ ഒരാൾ അനുഭവിക്കുന്നു. ഈ ആഘാതം നിങ്ങളുടെ ആത്മാഭിമാനത്തെയും വൈകാരിക ആരോഗ്യത്തെയും മറ്റുള്ളവരുമായുള്ള ബന്ധത്തെയും ബാധിച്ചേക്കാം. പക്ഷേ നല്ല പിന്തുണ നിങ്ങളെ സുഖപ്പെടുത്താൻ സഹായിക്കും. നിങ്ങൾ എന്താണ് ചിന്തിച്ചത് 100% ശരിയായി അവസാനിക്കുന്നില്ല. നിങ്ങൾ ഒരു നുണയിൽ ജീവിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു. അതെ, നിങ്ങളുടെ വികാരങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതും പൂർണ്ണമായും സത്യമല്ല. അത് അർദ്ധസത്യങ്ങൾ, വഞ്ചന എന്നിവയിൽ നിർമ്മിച്ചിരുന്നു. ഒരു പ്രധാന ഉദാഹരണം, നിങ്ങൾ വർഷങ്ങളോളം ഒരു പങ്കാളിയുമായി ജീവിക്കുമ്പോഴാണ് നിങ്ങളൊരു പ്രധാന വിവരങ്ങൾ കണ്ടെത്തുന്നത്. അവർ സാമ്പത്തിക അവിശ്വസ്തത, ശാരീരിക കുറ്റകൃത്യം, വൈകാരിക അവിശ്വാസം എന്നിവ കാണാൻ കഴിയും. നിങ്ങളുടെ രക്ഷകർത്താവ് നിങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന ഒരു ബന്ധുവിൽ നിന്ന് സംരക്ഷിക്കുന്നില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോഴും അത് സംഭവിക്കാം. എല്ലാം പലപ്പോഴും തെറാപ്പിയിൽ അവസാനിക്കുന്നു. അവയുടെ പ്രവർത്തനങ്ങളിലൂടെ എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട സംഭവങ്ങൾ അവർ പ്രകടിപ്പിക്കുന്നു. ഒരു അടയാളം അവരുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാകാൻ വളരുകയും ചെയ്യുന്നു. അവിശ്വാസം, സ്വയം സംശയം, അസ്വസ്ഥത, ഉറപ്പില്ലെന്ന് തോന്നുക എന്നിങ്ങനെ. വിശ്വാസവഞ്ചന എന്താണെന്ന് മനസ്സിലാക്കുന്നത് നിർണായകമായി തീരും. നിങ്ങളുടെ മാനസിക വൈകാരിക ആവശ്യങ്ങൾക്കായി നിങ്ങൾ ആരെയെങ്കിലും ആശ്രയിക്കുന്നതാണ് വിശ്വാസവഞ്ചന. സ്നേഹം നിലവിലില്ല അല്ലെങ്കിൽ ബന്ധത്തിൽ സുരക്ഷയില്ലെന്ന് കണ്ടെത്തുക. ഇപ്പോൾ തെറാപ്പിയിൽ അനാവരണം ചെയ്യുന്നത് സ്വയം സംശയം, കോപം,